പ്രിയപ്പെട്ടവരെ, നമ്മളിത് നോക്കാൻ പോകുന്നത് മെയ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. എനിക്കറിയാം എൻ്റെ പ്രേക്ഷകരിൽ മിക്കവരും എന്തൊക്കെയോ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും മെയ് മാസം നിങ്ങൾക്ക് മികച്ചൊരു മാസമായിരിക്കട്ടെ. എന്തൊക്കെയാണ് യൂണിവേഴ്സ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണാൻ സാധിക്കട്ടെ. ഒരു ജനറൽ വീഡിയോ, അതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ടുകളയുക. ടൈംലെസ് വീഡിയോ, അതിനാൽ തന്നെ നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇത് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആവുന്നതായിരിക്കും. ഈ മെയ് മാസത്തിൽ എപ്പോൾ കണ്ടാലും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് അയക്കാവുന്നതാണ്. വിളിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വിളിച്ചാൽ ഒരുപക്ഷെ ഞാൻ അറിയാൻ ചാൻസ് കുറവാണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾ തന്ന അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്പ്രെഡ് എടുത്തതിന് ശേഷം സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഒരു 3 ദീർഘനിശ്വാസമൊക്കെ എടുത്ത് വളരെ കാമായിട്ട് വയ്ക്കുക. യൂണിവേഴ്സ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് യൂണിവേഴ്സ് സ്പ്രെഡ് തന്നിരിക്കുകയാണ്. ഈ മെയ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ആ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തവർ ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തും എന്നുള്ളതാണ്. നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും കഠിനമായിട്ടുള്ള ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇനി അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലുതായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് എന്തെങ്കിലും ബിസിനസ്സിലോ ഇനി നിങ്ങളുടെ പ്രണയത്തിലോ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം, ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ കാര്യമായിട്ടൊരു ആത്മപരിശോധന നടത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ എനർജി മിക്കവാറും ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന എനർജി ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നേരായിട്ടുള്ള ദിശയിലായിരിക്കില്ല നോക്കിക്കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു പക്ഷേ നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലാവാനും തരമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു ഊർജ്ജത്തിൽ എനിക്ക് നിന്നാൽ പോരാം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ ആത്മപരിശോധന നടത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഇതിനോടകം മിക്കവരും നടത്തിയിട്ടുണ്ടാകും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങളെ വലിയ രീതിക്ക് തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും, ഞാൻ എങ്ങനെയാണോ മുന്നോട്ട് പോവേണ്ടത്, എൻ്റെ രീതികളെല്ലാം ശരിയാണോ എന്നുള്ളതെല്ലാം തന്നെ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾക്ക് മൈൻഡിന് നിങ്ങളുടെ മൈൻഡിന് ഒരു വ്യക്തമായൊരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തും. ഒരു പക്ഷേ ഇതിനോടകം നിങ്ങൾ ദാമ്പത്യത്തിലോ അല്ലെങ്കിൽ പ്രണയത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ മറ്റ് പല ചതികളും വിഷമ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതിനോടകം തന്നെ ആ തീരുമാനം എടുത്തിട്ട് കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളങ്ങനെ ആത്മപരിശോധന നടത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ധൈര്യം വരികയും നിങ്ങൾക്കൊരു ദിശാബോധം വരികയും ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കി കാണേണ്ടതെന്നും ഓരോ ജീവിത സാഹചര്യങ്ങളെയും എങ്ങനെ ഏത് വിധത്തിൽ അവയെ ദിശാബോധത്തോടു കൂടി കൊണ്ടുപോകണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ബോധ്യം വരും. തീർച്ചയായിട്ടും അധികം വൈകാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോയിട്ടുള്ള അതിതീവ്രമായ പല ദുഃഖങ്ങൾക്കും ഒരു നീതി കിട്ടാനുള്ള അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഈ മെയ് മാസത്തിൽ ഒരുക്കി വയ്ക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നിങ്ങളിൽ ചെറിയ പാകപ്പിഴകൾ വന്നിട്ട് ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കാം. അതെങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനുള്ള, നിങ്ങൾക്ക് നേരായിട്ടുള്ള വഴിയിലേക്ക് പോകാനുള്ള എല്ലാ അവസരങ്ങളും യൂണിവേഴ്സ് ഒരുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു നീതിയും യൂണിവേഴ്സ് കരുതി വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനോടകം തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളെ ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ട ഒരാൾ ഉപേക്ഷിച്ച് പോയിട്ട് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടും നിങ്ങളൊക്കെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ മെയ് മാസത്തിൽ, അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനോവികാരങ്ങളെ, നിങ്ങളുടെ ചിന്തകളെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്ന് വിചാരിച്ചോ, അതിന് പ്രണയവുമായി ബന്ധപ്പെട്ടുള്ളതാവട്ടെ, ഇനി ദാമ്പത്യ ജീവിതത്തിൽ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒന്നിക്കണം എന്ന് വിചാരിക്കുന്നതാവട്ടെ, ഇനി ഒരു പുതിയ ബിസിനസ് തുടങ്ങണം എന്നുള്ളതാവട്ടെ, ഒരു ചിട്ടി കൂടണം എന്നുള്ളതാവട്ടെ,
ആവട്ടെ, ഒരു വീടോ സ്ഥലമോ മേടിക്കണം എന്നുള്ളതാവട്ടെ, വിദേശത്ത് പോകണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഒരാളാവട്ടെ, നിങ്ങൾ എന്തൊരു കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു ചിന്തയിലാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അതായത് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് വച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിനെ വിചാരിച്ച് ദ ഫൂൾ എന്ന് പറയുന്ന എനർജിയിലേക്ക് മാറിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന പ്രണയമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും സ്ഥലം മേടിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിനെന്താണോ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോവേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കും. അതായത് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നിങ്ങളത് പ്രവൃത്തിയിലേക്ക് ആക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ മൂടിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും കൂട്ടുകാരോടൊപ്പമുള്ള ഒരു ആഘോഷമൊക്കെ, സമാധാനത്തെക്കാൾ ഉപരി ഒരു സന്തോഷങ്ങളൊക്കെ വന്നു ചേരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു പുതിയ തുടക്കം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇറങ്ങി തിരിച്ച് നിങ്ങൾക്കിടയ്ക്ക് സന്തോഷമൊക്കെ വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു തുടക്കത്തിലേക്ക് ജീവിതത്തിൽ പോകുമെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ മെയ് മാസം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു വ്യക്തി ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. കാരണം ഏതൊരു വ്യക്തിയുടെയാണ് ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ, അവൻ്റെ ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഏതൊരു കാര്യത്തിലും ഏതൊരു മനുഷ്യനും വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളൊരു ആത്മപരിശോധന നടത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. നിങ്ങളുടെ ചിന്താഗതികൾ ഈ സമയത്ത് കറക്റ്റ് ആയിരുന്നില്ല. ഒരുപക്ഷെ ഇതിനോടകം തന്നെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നേരായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശത്തിലൂടെ ധൈര്യമൊക്കെ വന്ന് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരങ്ങളെയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പല രീതിക്ക് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഘോഷങ്ങളൊക്കെ കാണുന്നുണ്ട്, സന്തോഷത്തിൻ്റെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് പുതിയൊരു തുടക്കമാണ് ഈ മെയ് മുതൽ തുടക്കം തരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതിന് ഈ മെയ് മാസം സാക്ഷ്യം വഹിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ഏതൊക്കെ വിഷമഘട്ടങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളവരാണെങ്കിലും വളരെ പവർഫുള്ളായിട്ട്, വളരെ ബ്ലെസ്സറായിട്ട് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പോസിറ്റീവായിട്ടുള്ള വലിയ മാറ്റങ്ങൾ. എല്ലാവരും ശാന്തമായ മനസ്സോടുകൂടി സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നേറുക. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബായ്.